8 വർഷം മുൻപ് പന്തളത്തിനടുത്ത് ഉള്ളന്നൂരിൽ ഇലന്തൂർ സ്വദേശിനി സരോജിനി മരിച്ച സംഭവത്തിലും ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ. സരോജിനിയുടെ ശരീരത്തിൽ 47 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. മുറിവുകളിലൂടെ രക്തം വാർന്ന് മരണം സംഭവിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രക്തം വാർന്ന ശേഷം കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വെട്ടോളം ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ പറഞ്ഞു കേട്ടുള്ള അറിവേനുണ്ട്. അത് പോലീസ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് പറഞ്ഞു കേട്ടുള്ള അറിവേയുള്ളൂ. പക്ഷേ അവർ ഈ പറയുന്നതിനോട്ട് എന്തെങ്കിലും അവിചാരകർമ്മം ആരെങ്കിലും ചെയ്യാൻ വേണ്ടി ചെയ്താണോലെന്ന് എനിക്കറിയത്തില്ല. വിവരങ്ങളുമായി ശശിനാരായണൻ ഒപ്പം ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ മുഹമ്മദ് ഷാഫി എന്ന കൊലയാളി സമാനമായ സംഭവങ്ങൾ ചെയ്തോ എന്നതാണല്ലോ അന്വേഷണം. ഇപ്പോൾ 47 മുറിവുകൾ ശരീരത്തിലുണ്ടെന്ന് കേൾക്കുന്നു. ഒരുപക്ഷെ അത് തന്നെയാവും ഈ ഷാഫിയുടെ കൈകൾ ഇതിന് പിന്നിലുണ്ടോ എന്ന ദുരൂഹത പരക്കുന്നതിനും കാരണം, അല്ലേ? കൃഷ്ണ, ഇതിനകത്തൊരു പ്രശ്നമുള്ളത് കാരണം 2014 സെപ്റ്റംബർ 14-ാം തീയതിയാണ് ഈ ഇലന്തൂർ സ്വദേശിനിയായ സരോജിനി കൊല്ലപ്പെടുന്നത്. ആ കൊല്ലപ്പെടുന്ന സമയത്ത് സരോജിനിയുടെ ശരീരത്തുണ്ടായിരുന്ന 47ഓളം മുറിവുകളാണ്. അത് കയ്യിലാണ്, 2 കൈകളിലും ഉള്ള മുറിവുകളാണ്. 47 മുറിവുകൾ ഉണ്ടായിരുന്നു. ആ കൊല്ലപ്പെട്ടതിന് ശേഷം ഇത് ഈ 9 വർഷം കഴിഞ്ഞിട്ടും ഇതിനകത്തെ കേസിലെ പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സമാനമായ രീതിയിൽ ഈ ഇലന്തൂരിൽ നരബലി നടന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാര ക്രിയയുമായി ബന്ധപ്പെട്ട് ഇത്തരം ഇലന്തൂരിലെ കൊലപാതകത്തിലുള്ള മുറിവുകൾ പോലെ തന്നെ ഈ മൃതദേഹം ഉണ്ട് എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. സമാനമായ രീതിയിൽ ഈ കേസും ഉണ്ട് എന്നുള്ളതാണ് ഈ സരോജിനിയുടെ മകൻ സുനിൽകുമാർ ആരോപിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാരക്രിയയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അമ്മയെ ഇതുപോലെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് വേറൊരു കാരണം കൂടി അവർ പറയുന്നുണ്ട്. അതായത് ഈ മൃതദേഹം കൊലപ്പെടുത്തിയ ശേഷം കുളിപ്പിച്ച് വസ്ത്രങ്ങൾ പുതിയതൊക്കെ ധരിപ്പിച്ചാണ് റോഡരികിൽ ഉപേക്ഷിച്ചിരുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മുമ്പും ഇത്തരത്തിൽ ആഭിചാര ക്രിയകൾ നടത്തി കൊല നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ബന്ധുക്കളുടെയും മകൻ ആരോപണം. നരബലി നടന്ന ഇരട്ട കൊലപാതകം നടന്ന ഇലന്തൂരിലെ കൊലപാതകവും ഇതും അടുത്തടുത്താണ്. അതായത് ഈ വീടിന് 1.5 കിലോമീറ്റർ ദൂരെയാണ് ഈ സരോജിനിയുടെ മൃതദേഹം ഈ 9 വർഷം മുമ്പ് കാണപ്പെട്ടത്. ഈ കേസിലെ പ്രതികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കേസും അന്വേഷണം വഴിവിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ആദ്യം പന്തളം പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. അത് ബന്ധപ്പെട്ട് വന്നതോടുകൂടി ക്രൈംബ്രാഞ്ചിനെ കേസ് ഏൽപ്പിക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഈ 9 വർഷത്തിനിടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഏതെങ്കിലും തരത്തിലുള്ള ഈ ആഭിചാര ക്രിയയുടെ ഭാഗമായി സരോജിനി കൊലപ്പെടുത്തിയാകാമെന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഒരു പക്ഷേ ഈ ബന്ധുക്കളുടെ ആരോപണം പോലീസ് ഇപ്പോൾ ഗൗരവമായി എടുത്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുള്ള SP അടക്കമുള്ള ആളുകൾ ഈ ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ 11 പേരെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് ആറന്മുള സ്റ്റേഷനിൽ 3 പേരെയാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ടുള്ളത്. അതിൽ ഒരാളാണ് കൊല്ലപ്പെട്ട സരോജിനി. ഇത്തരത്തിൽ ഈ കേസുകളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആഭിചാര ക്രിയയുടെ ഭാഗമായിട്ടാണോ സരോജിനി കൊല്ലപ്പെട്ടതെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ശശിനാരായണൻ, 8-9 വർഷമാകുന്നു ഈ സംഭവം നടന്നിട്ട്. 47 മുറിവുകൾ ശരീരത്തിലുണ്ട്, രക്തം വാർന്നാണ് മരിച്ചത് എന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. അതായത് മരണശേഷം കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത്. അന്നൊന്നും തോന്നാത്ത ഗൗരവം ഇപ്പോൾ പോലീസിന് തോന്നുന്നു, അല്ലേ? അതെ, തീർച്ചയായും അതാണ്. കാരണം ഇപ്പോഴത്തെ ഈ സ്ത്രീകളെ ഈ 2 കൊലപാതകത്തിലെയും സ്ത്രീകൾക്ക് വലിയ മുറിവേറ്റിരുന്നു. ഇതൊക്കെ ഈ ആഭിചാര ക്രിയയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഈ ബന്ധുക്കളുടെയും മകന്റെയും ആരോപണം. അതിനെ പറയുന്നത് ഈ കൊലപ്പെടുത്തിയതിനു ശേഷം കൈകളിലുമായിട്ടായി ആണ് ഈ 47 മുറിവുകൾ ഉണ്ടായിട്ടുള്ളത്. ഈ മുറിവുകൾ കഴുകി കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ചാണ് മൃതദേഹം ഉള്ളന്നൂരിൽ റോഡ് സൈഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത്. ഇതും ആഭിചാര ക്രിയയുടെ ഭാഗമായി നടന്ന കൊലപാതകമാണോ എന്നുള്ളതാണ് ബന്ധുക്കളുടെയും ആരോപണം. അതാണ് ഇപ്പോൾ പോലീസ് വീണ്ടും ഊർജിതമായി അന്വേഷിക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് ഇപ്പോൾ 9 വർഷം കൊണ്ട് അന്വേഷിക്കുന്നത്. 8 വർഷം മുൻപ് പന്തളത്തിനടുത്ത് ഉള്ളന്നൂരിൽ ഇലന്തൂർ സ്വദേശിനി സരോജിനി മരിച്ച സംഭവത്തിൽ ദുരൂഹത. ബന്ധുക്കൾ ആരോപണവുമായി രംഗത്തെത്തി കഴിഞ്ഞു. 47 മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു.
മുറിവുകളിലൂടെ രക്തം വാർന്നാണ് മരണം സംഭവിച്ചെന്ന് അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്ന് മകൻ പറയുന്നു. രക്തം വാർന്ന ശേഷം കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹം എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ്. ആ അന്വേഷണം കൂടുതൽ ഗൗരവത്തിലെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു ശശിനാരായണൻ. ഇപ്പോൾ എറണാകുളത്തെ പോലീസ് ക്ലബ്ബിൽ നിന്ന് പ്രതികളെ അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് വിവരം. തെളിവെടുപ്പിനായി കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യം നിലനിന്നിരുന്നു. 11 ദിവസം കൂടി ബാക്കിയുള്ള സ്ഥിതിക്ക് അത്ര വേഗത്തിൽ തെളിവെടുപ്പിന് എത്തിക്കേണ്ട സാഹചര്യമില്ല. കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം മതിയാകുമെന്നൊക്കെ കേട്ടിരുന്നുവെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ ഒന്നുകിൽ മറ്റൊരിടത്തേക്ക് ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോവുക, അല്ലെങ്കിൽ തെളിവെടുപ്പിനായി കൊണ്ടുപോവുക. ഏതായാലും ഇവിടെ പോലീസ് സേന തയ്യാറെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരും എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇരട്ട നരബലി കേസിൽ പ്രതികളുമായി പോലീസ് ഇലന്തൂരിലെത്തി തെളിവെടുപ്പ് നടത്തിയേക്കും എന്ന വിവരമാണ് ഒടുവിൽ കിട്ടുന്നത്. എറണാകുളം പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യലിനായി 3 പ്രതികളെയും രാവിലെ 3 വാഹനങ്ങളിലായി എത്തിച്ചിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകും മുമ്പ് തന്നെ, മാധ്യമങ്ങളെക്കാര്യം ആരായും മുമ്പ് തന്നെ അവരെ വളരെ വേഗത്തിൽ പോലീസ് ക്ലബ്ബിലേക്ക് പോലീസ് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അല്പസമയത്തിനകം ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.